നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ക്ഷീരകർഷകനായ റഫീഖ് എന്ന മുന്നയുടെ വീട്ടിലാണ്. 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്നതാണ് മുന്നയുടെ കുടുംബം. ഏകദേശം 31 വർഷം മുമ്പ് കടുത്ത പനി ബാധിച്ചതിനെ തുടർന്ന് അരക്ക് താഴെ ഭാഗം തളർന്ന് പേശിബലം നഷ്ടപ്പെട്ടത്. തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു മുന്ന. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷമായി സാമ്പത്തിക കാരണത്താൽ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. 2 പശുക്കളുടെ പാൽ സൊസൈറ്റിയിൽ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. മുമ്പ് ജീവിതമാർഗത്തിനു വേണ്ടി പല കൃഷിക്കാര്യങ്ങളും നടത്തി. എന്നാൽ അതിലൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യ ആയിഷ താങ്ങും തണലുമായി എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം മുന്നക്കുണ്ട്. ക്ഷീരകർഷകരോട് കുശലം പറഞ്ഞ് നാട്ടുകാര്യങ്ങൾ സംസാരിച്ച് തിരിച്ച് മുന്ന വീട്ടിലേക്ക് കടന്നു. എനിക്കിപ്പോൾ അങ്ങനെ ഒരു വണ്ടി കിട്ടിയ വലിയൊരു ഭാഗ്യമായി.
അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതമാർഗം കണ്ടെത്താനും അതുപോലെ ജീവിക്കാനൊക്കെ ഇപ്പോൾ ഒരു പയ്യുണ്ട്. പയ്യനെ കറന്നുങ്ങാണ്ട് അപ്പം അങ്ങനെ പൈക്കളുണ്ട്. പയ്യൻ്റെ പാല് കറന്നുങ്ങാണ്ട് ഇങ്ങനെ സൊസൈറ്റിക്ക് കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി ഉണ്ടാവുകൊണ്ട് വലിയ ഉപകാരമായി. നമ്മളെല്ലാം പുറത്ത് കൂടി പോകാനും ഇരിക്കാനും എല്ലാവരും കാണാനും ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ മുന്നേ വരെ ഭയങ്കര പ്രയാസമായിരുന്നു. വീട്ടിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുക, പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ വലിയൊരു ഉപകാരമാണ് ഇപ്പോൾ ഇത് കിട്ടുക. അങ്ങനെ കിട്ടിയോണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭാര്യ നല്ല സഹായിക്കുന്നുണ്ട്, നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നുണ്ട്. അവൾ വളരെ പ്രയത്നം കൊണ്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. മുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് കോർമത്തൊടി മായി സംഘത്തിൽ പാലളന്നുകൊണ്ടിരിക്കും. ശാരീരികമായി വലിയ തോതിൽ ഉള്ള അംഗവൈകല്യം ഉള്ള ഒരു കർഷകനാണ്. അയാൾ സംഭരിക്കുന്ന പാല് ഏതാണ്ട് സംഘത്തിൽ തന്നെയാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ്. ഭാര്യയുടെ നല്ലൊരു ശ്രമം അദ്ദേഹത്തിന് ഈ പശു വളർത്തലിൻ്റെ കാര്യത്തിൽ അത് വിജയിപ്പിക്കുന്നതിന് സഹായമാവുന്നുണ്ട്. സ്വന്തമായി ഒരു വാഹനത്തിൽ, ഒരു പ്രത്യേകം തയ്യാറാക്കിയൊരു വാഹനത്തിലാണ് അദ്ദേഹം പാല് കൊണ്ടുവരുന്നത്. ഇറങ്ങി നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലുള്ള ഒരാൾക്ക് ഇന്നത്തെ ചുറ്റുപാടിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ളൊരു ആത്മധൈര്യം മുന്നേക്കുണ്ട്. ആ ആത്മധൈര്യത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം കാറും കൂടി ഓടിക്കാറുണ്ട്. പ്രത്യേകം സജ്ജീകരിച്ച ഗിയറും മറ്റുമൊക്കെ തയ്യാറാക്കിയുള്ള കാറ് മുന്നേ ഓടിക്കാറുണ്ട്. ആ ആത്മബലം അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് വളരെ സഹായമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും കിട്ടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സംഘത്തിൽ നിന്നുണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്.